അമർഷവും അതൃപ്തിയും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ MN സ്മാരകത്തിലേക്ക് കയറുന്നത്. അവിടെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. കയറുന്നതിനിടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു പക്ഷേ കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എന്ന് മനസ്സിലാക്കുന്നു. കൂടിക്കാഴ്ചയ്ക്കും ചർച്ചകൾക്കുമായി ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വവും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്കായി ബിനോയ് വിശ്വവും ഇപ്പോൾ CPI ആസ്ഥാനത്തേക്ക് എത്തുന്നു. ഇരുവരുമായുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം MN സ്മാരകത്തിൽ തുടങ്ങും. എന്തായാലും PMC വിഷയത്തിൽ CPI അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയിലേക്കാണ് CPM കടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, CPIയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി CPIയുടെ അതൃപ്തിയും CPIയുടെ അമർഷവും ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി തിരക്കിട്ട അനുനയ നീക്കങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് CPM കടക്കുന്നു. വി ശിവൻകുട്ടി MN സ്മാരകത്തിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയായിരിക്കും ആ ചർച്ചകൾ പോകാൻ സാധ്യത? CPIയുടെ നിലപാട് എന്തായിരിക്കും? സൈഫുദ്ദീൻ, അല്പസമയം മുമ്പാണ് മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തിയത്. ഇവിടെ വെച്ച് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടും മന്ത്രി GR അനിലുമായിട്ടും വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തും. ഇതിനകത്ത് നമ്മൾ നേരത്തെ ചോദിച്ചു, ഒരു അനുനയത്തിന് വേണ്ടിയാണോ വന്നത്, മഞ്ഞുരുകുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഒരു സൗഹൃദ സന്ദർശനം എന്ന് മാത്രമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സാധാരണഗതി നിലയിൽ ഈ ഒരു സാഹചര്യത്തിൽ ശിവൻകുട്ടി വന്നത് CPIക്ക് PM ശ്രീ പദ്ധതിയിൽ CPM ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള അമർഷമുണ്ട്. ആ അമർഷമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ടി വന്നത്, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കൂടി ആണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ MN സ്മാരകത്തിൽ എത്തിയിട്ടുള്ളത്. വി ശിവൻകുട്ടി ഇപ്പോൾ GR അനിലുമായിട്ടും അതുപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടും ആശയവിനിമയം നടത്തും. രണ്ടുപേരും മന്ത്രി വി ശിവൻകുട്ടി ഇതൊരു സൗഹൃദ സന്ദർശനം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കൂടുതൽ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല. അതേസമയം മന്ത്രി നമ്മൾ GR അനിലോട് ചോദിക്കുമ്പോൾ മന്ത്രി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണം. ഏത് സാഹചര്യത്തിലാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്, മന്ത്രിസഭയെ പോലും അറിയിക്കാതെ എന്ത് സാഹചര്യത്തിലാണ് ഒപ്പുവെച്ചെന്നുള്ള കാര്യം വിശദീകരിക്കണം. വിശദീകരണത്തിൽ തൃപ്തിയാകുമെന്ന് ചോദിക്കുമ്പോൾ തൃപ്തിയിലല്ല കാര്യം, ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കട്ടെ, അതിനുശേഷം മറുപടി പറയാം എന്നുള്ളതായിരുന്നു മന്ത്രി GR അനിലിന്റെ പ്രതികരണം. മറുവശത്ത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഞാൻ മന്ത്രിയെ കാണട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ പറയാം എന്നുള്ളത് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചെയ്തത്. എന്തായാലും ഇതിനകത്ത് ഒരു മഞ്ഞുരുകലിന് ഉള്ളൊരു സാധ്യത എത്രമാത്രം ഉണ്ട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി CPI നേതാക്കളുമായിട്ടും ആശയവിനിമയം നടത്തുകയാണ്. CPIക്ക് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതലുള്ള അതൃപ്തി എത്രമാത്രം പരസ്യമാക്കാമോ ആ രീതിയിലെല്ലാം CPI പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും PM ശ്രീ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് CPI രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നലെയും നഖശുകാന്തം ഈ പദ്ധതിയെ എതിർക്കുന്ന ഒരു CPI നേതൃത്വം നമ്മൾ കണ്ടത്. ദേശീയ നേതൃത്വം അടക്കം PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ CPIക്ക് ഉണ്ടായിട്ടുള്ള അതൃപ്തി ഏതൊക്കെ രീതിയിൽ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് കൂടി അറിയാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കാം ഒരുപക്ഷെ മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിൽ എത്തിയിട്ടുള്ളത്. ഈ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ ഈ മാസം 27-ാം തീയതി തിങ്കളാഴ്ച CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഇതിനകത്ത് എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് CPI തീരുമാനിക്കും. അതിന് മുന്നോടിയായും ഇനി മറ്റ് കൂടുതൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകരുത്, മുന്നണിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അത് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വന്നത്. എന്തായാലും അതിനുശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മൂവരുടെയും പ്രതികരണത്തിന് നമുക്ക് ശ്രമിക്കാം. എന്തായാലും അപ്പോൾ ഈ സന്ദർശനം നടത്തി മന്ത്രി വി ശിവൻകുട്ടി മടങ്ങുമ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കും മന്ത്രിയുടെ പ്രതികരണം എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. CPIയെ അനുനയിപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക്, CPIക്ക് അങ്ങേയറ്റം എതിർപ്പുള്ള, മന്ത്രിയുടെ നിലപാടിന് എതിർപ്പുള്ള മന്ത്രി വി ശിവൻകുട്ടിക്ക് എങ്ങനെ CPI നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അറിയേണ്ടത്. മന്ത്രിയുടെ ഓഫീസിലേക്കടക്കം ഇന്നിപ്പോൾ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ മാർച്ചടക്കം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി MN സ്മാരകത്തിലെത്തി CPI നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്നത്. എന്തായാലും കൂടിക്കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നലെയും ഇന്നുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറ്റവും അധികം വിമർശനം CPI നേതൃത്വം ഉന്നയിച്ചത് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെയാണ്. അതായത്
അതായത് ഈ ആദ്യഘട്ടത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഇതിനകത്ത് വലിയ തരത്തിലുള്ള അതൃപ്തിയും അമർഷവും ഒക്കെ പുറത്തെടുത്ത ആളാണ്. പിന്നെ എന്തുകൊണ്ട് രായ്ക്ക് രാമായണം ഒരു ഉദ്യോഗസ്ഥയെ പറഞ്ഞയച്ച് അതിനകത്ത് ഒപ്പുവെച്ചു? എന്തിനാണ് മന്ത്രിക്ക് ഇത്രയും അസ്വാഭാവികമായിട്ടുള്ള തിരക്ക്? എന്തിനിങ്ങനെ ഒരു തിരക്ക് കാട്ടി എന്നുള്ള ചോദ്യങ്ങൾ കൂടി CPI നേതൃത്വം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രി ആ തിരക്ക് കാട്ടിയതിനുള്ള എന്തായിരിക്കും ഇരുവരും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. ഇന്നലെ ഒരു വാർത്താ സമ്മേളനം ബിനോയ് വിശ്വം നടത്തിയപ്പോൾ ഒരു അരമണിക്കൂർ നീണ്ട ദൈർഘ്യമുള്ള ഒരു വാർത്താ സമ്മേളനം, അതിലത്രയും പാർട്ടി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സഖാക്കൾക്ക് എന്താണ് PMC, എന്താണ് NEP എന്നതിലൊരു ബോധവൽക്കരണം കൃത്യമായി സഖാക്കളെ തന്നെയെങ്കിലും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു വാർത്താ സമ്മേളനത്തിലുടനീളം ബിനോയ് വിശ്വം ശ്രമിച്ചത്. ഒരു പഠന ക്ലാസ്, എന്താണ് PMC എന്ന കാര്യത്തിൽ ഒരു പഠന ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം. അങ്ങനെ ഒരു ബോധ്യത്തിൽ നിൽക്കുന്ന ബിനോയ് വിശ്വത്തെ ലോകാവസാനം വരെ ഇതിനെ എതിർത്ത് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി എന്തായിരിക്കും ബോധ്യപ്പെടുത്താൻ പോകുന്നത്? സെബു, ഇതിനകത്ത് നമുക്ക് രസകരമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ലോകാവസാനം വരെ NEP പദ്ധതിയെ, ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുക എന്നുള്ള ഒരു സമീപനമാണ് CPI നേതൃത്വം സ്വീകരിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം ഒരു തരത്തിലും അംഗീകരിക്കപ്പെടേണ്ടതല്ല, ലോകാവസാനം വരെ അതിനെ എതിർക്കുക എന്നുള്ള ഒറ്റ നിലപാട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് CPI നേതൃത്വം ചെയ്തത്. എന്നാൽ ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം നമ്മൾ കാണുമ്പോൾ വി ശിവൻകുട്ടി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം, നിങ്ങൾ പറയൂ എന്നുള്ള കാര്യം മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹം ചോദിച്ചത്. താൻ തന്റെ നിലപാട് മാറ്റി എന്നുള്ളൊരു കമന്റ് കൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പാസ്സാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിലപാട് മാറ്റിയ വി ശിവൻകുട്ടി ഇന്ന് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ബിനോയ് വിശ്വത്തോട്, CPI നേതൃത്വത്തോട് ഏത് രീതിയിൽ അവരെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി ഇതിനകത്ത് ഒരു പക്ഷേ ബിനോയ് വിശ്വത്തോട് മന്ത്രി വി ശിവൻകുട്ടി പറയുക, CPIയുടെ തന്നെ വകുപ്പായിട്ടുള്ള കൃഷി വകുപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിയെടുത്തത് പല പദ്ധതികളിലും ഒപ്പുവെച്ചതിന് ശേഷമല്ലേ? അങ്ങനെ ഒപ്പുവെച്ചെടുത്ത് അപ്പോൾ അവർക്ക് ഇല്ലാത്ത കുഴപ്പം ഇവിടെ എന്തിനാണ്? അവിടെയാണ് CPIക്ക് ഒരു ഉത്തരമുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിന്റെ ഭാഗമായാൽ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിലുണ്ടാകും. അവിടെ ആ സംഘപരിവാറിന്റെ രാഷ്ട്രീയം, സംഘപരിവാർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടും. അത് ഒരു തരത്തിലും അതിനെ കീഴ്പ്പെട്ടു പോകാൻ പാടില്ല. സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടു പോകരുത്. അങ്ങനെ അതുതന്നെയാണ് NEP, അതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. സംഘപരിവാർ അവരുടെ ആശയങ്ങളെ ഏതൊക്കെ രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം. അതിന് ഒരു തരത്തിലും ഈ PMC പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടുകൂടി അതിന്റെ ഭാഗമായി പോകുന്നു എന്നുള്ളതാണ് CPI പറഞ്ഞു വെക്കുന്നത്. അതിനെന്തിന് നിങ്ങൾ ഇത്ര തിടുക്കം കാട്ടി അതിനകത്ത് ഒപ്പുവെച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മന്ത്രി വി ശിവൻകുട്ടി എന്ത് മറുപടി പറയും എന്നുള്ളതിനകത്ത് വലിയ ആകാംക്ഷയുണ്ട്. എന്തായാലും ഈ ഫണ്ട് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചതാണ്, അതല്ലാതെ ഒരു തരത്തിലും സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല. ഈ പറയുന്ന രീതിയിൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ CPI അനുനയിപ്പിച്ചേക്കാം. ഈ പറയുന്ന രീതിയിൽ ഫണ്ട് വാങ്ങിയെടുക്കും, അതല്ലാതെ കേന്ദ്രം പറയുന്ന രീതിയിൽ ഒരു തരത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കും. അങ്ങനെ ഉറപ്പ് കൊടുത്താൽ ഒരുപക്ഷെ CPI ഇതിന് വഴങ്ങുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതായുണ്ട്. എന്തായാലും CPI ഇതിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഇതുവരെ ഒരുക്കമായിട്ടില്ല. ഇപ്പോഴും അവർ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണോ അതിപ്പോഴും സ്വീകരിക്കുന്നു. സംഘപരിവാർ വിരുദ്ധത, അത് സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഒരു തരത്തിലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതിനകത്ത് ലോകാവസാനം വരെ NEPയെ എതിർക്കുക എന്നുള്ളത് ഒറ്റ ആശയം മാത്രമേ ഉള്ളൂ, ആ ഒറ്റ നിലപാടേ ഉള്ളൂ എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അതിനപ്പുറത്തേക്ക് CPIയെ എങ്ങനെയൊക്കെ അനുനയിപ്പിക്കാൻ CPM നേതൃത്വത്തിന് കഴിയും എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. എന്തായാലും ആ കാര്യം നടക്കം ശിവൻകുട്ടി എന്ത് വിശദീകരണം, എന്ത് കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങളെ വിശദീകരിക്കും എന്നുള്ളത് കൂടി അറിയേണ്ടതായുണ്ട്. എന്തായാലും ഇതിനുശേഷം മന്ത്രിയുടെ പ്രതികരണത്തിനാണ് ഏറെ പ്രസക്തി. ഒരു സൗഹൃദ സന്ദർശനത്തിന് വന്ന ശിവൻകുട്ടി എന്ന ഒരു സൗഹൃദ സന്ദർശനം മാത്രമേ